എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാത്ത റൂമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എല്ലാ മാസവും ഞാൻ ആ റൂം ക്ലീൻ ആക്കും. പക്ഷെ പിന്നത്തെ മാസം അത് എങ്ങനെയെങ്കിലും കൊള്ളാവും. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, ഞാൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയോ? എല്ലാവരും കൂടി ശ്രമിക്കണ്ടേ? പിന്നെ നമുക്ക് കൺസ്യൂമറിസം കൂടി ഒരുപാട് സാധനങ്ങളായി. അന്ന് വയ്ക്കാൻ ഇപ്പം സ്ഥലമില്ല. ഇങ്ങനത്തെ കാർഡ്ബോർഡ്സ് ഒക്കെ നാട്ടിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വലിയ പാടാണ്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ലൊരു മെത്തേഡുണ്ട്. അപ്പാർട്ട്മെന്റ് താമസിക്കുമ്പോൾ ഇത് കളയുന്ന വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടൊരു 1 month ആയിട്ടുണ്ടാവും. പക്ഷെ എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ് ഇത് കളയാൻ വേണ്ടി പുറത്തു പോകാനായിട്ട്. ഇപ്പോൾ ഇന്ന് 0 degree ആണ്, നമുക്ക് കൊണ്ടേ കളയാം. ഇനി എൻ്റെ അടുത്ത അജണ്ട എല്ലാം ഒന്ന് ഡീക്ലറ്റർ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം സാധനങ്ങൾ ഒഴിവാക്കുക, കുറേയൊക്കെ ഡൊണേഷന് കൊടുക്കുക, കുറേയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി കളയുക. കാരണം നമ്മൾ സാധനം പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ച് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. പിന്നെ എന്തെങ്കിലും യൂസ് വരും എന്ന് വിചാരിച്ചെടുത്തേക്കുന്ന സാധനങ്ങൾ പിന്നെ ഒരു യൂസ് ഇട്ട് വരെയില്ല. അത് കുറേ സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് ഭയങ്കര കൺജസ്റ്റഡായിട്ട് ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ ക്ലീനിങ് ഇസ് എ തെറാപ്പി. നമ്മൾ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല എംപ്റ്റി സ്പേസ് ഉണ്ടാവുന്നത്, നമ്മുടെ മൈൻഡിലും കൂടിയാണ്. ഇത് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്നൊരു കാര്യമാണ്.